ഞാൻ ചോദിക്കരുത് എന്ന കാര്യങ്ങൾ എന്നോട് ചോദിക്കാൻ പാടില്ല. മാരേജിനെ കുറിച്ച് ചോദിക്കരുത് ഞാൻ പറഞ്ഞു, അപ്പം ഞാൻ ചോദിക്കാൻ പാടില്ല. നിങ്ങൾ മാന്യ എന്നുള്ളൊരു സാധനം കാണിക്കണം ആദ്യം. ഞാൻ ഇത്രയേറെ മിണ്ടാടുന്നത് അതിൻ്റെ ഒരു മാന്യത കൊണ്ടാണ്. ഇഞ്ചി കോമാളി ഇത്ര തീർച്ചയാൻ കേട്ടു തിന്നല്ലേ. അമ്മയാണ് എന്നെ ഇങ്ങനെ ആക്കിയത്. അമ്മേനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. ഇഞ്ചി തന്നെ കൊണ്ട് കളിച്ചോ, ഇനി എന്തെങ്കിലും ആവും. അമ്മ മാത്രമേ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ, ആരും സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇത് മുക്കിന്റെ അമ്മ 10 കൊല്ലമായി മുക്കിന്റെ അടുത്ത്. ഇത് കഴിച്ചാളാ ഞാൻ എനക്ക് വാങ്ങിയെന്ന് വെച്ചു. പിന്നെ എനക്കെന്തോ സങ്കടമായി, എന്നോട് കരഞ്ഞു പോയി. ഇപ്പൊ പറയുമ്പോഴും വിതുമ്പുന്നുണ്ടല്ലോ, എന്തോ ഒരു സങ്കടം. അത് എനക്ക് മാറുന്നില്ല, എന്തോ ഒരു വിഷമായി പോയി. സ്വപ്നത്തിലെ അമ്മായിമ്മയാണ് അത്. ആ സത്യമായിട്ടും ഏത് പെൺകുട്ടികൾ ആഗ്രഹിക്കുന്ന ഒരു അമ്മായിയമ്മയാണ്. അതെ, അതുകൊണ്ട് എന്നെ കിട്ടിയ നിങ്ങൾക്ക് ഈ അമ്മായിമ്മേനെ കിട്ടണം. തരാം ഗൈസ്. ഇപ്പൊ ബാറിന്റെ ടൈമിംഗ് ഒക്കെ 10 മണി എന്നുള്ളത് 12 മണി ആക്കിയല്ലോ. അപ്പൊ അതിനെ പറ്റി എന്റെ അഭിപ്രായം എന്താ? നല്ലതല്ലേ? എന്ത് നല്ല മെഡിക്കൽ ഷാപ്പാറ്റ ഇത്. എന്റെ ആദ്യത്തെ പ്രണയനും ഭയങ്കര ഫാൻസ് ഉണ്ട് ചിരിക്ക്. സത്യ ഈ ഒരു സാധനം വരാറുണ്ട്. അതെങ്ങനെ വെള്ളം അടിച്ച് വീട്ടിൽ വന്ന് ബഹളം ഉണ്ടാക്കാലും അതെല്ലാം മോശം ഇല്ല. ഒരു പ്രതീക്ഷയില്ലാത്തൊരു മോനാണ്. ആരെങ്കിലും ഒരു കൊളാവ് ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് കോണ്ടാക്ട് ഒരു പേഴ്സണൊക്കെ എങ്ങനെയൊക്കെ ഒന്ന് റെഡി ആയി തരണേ. ഹായ് ഓൾ, വെൽക്കം ടു ബി ഫോർ ബ്ലേസ് മലയാളം. ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് കോഴിക്കോടുകാരുടെ സ്വന്തം അതുൽ രാജിന്റെ അമ്മ വസന്തിയുമാണ്. വെൽക്കം ടു ദ ഷോ. താങ്ക് യു. എന്തല്ല? ഓ സുഖം തന്നെ. ഇപ്പൊ ഒരുപാട് പരിപാടികൾ മാറ്റി വെച്ചിട്ട് നമ്മുടെ ഇന്റർവ്യൂവിന് വേണ്ടി മാത്രം വന്നിരിക്കുകയാണ് അല്ലേ? ഓ അതെ അതെ. ചായലും കഴിഞ്ഞോ? ഓ ചായ കഴിഞ്ഞു. നിങ്ങൾ എങ്ങനെയാ ഈ ഒരു ഇൻഫ്ലുവൻസർ ലെവലിലേക്കൊക്കെ വന്നത്? ആദ്യമായിട്ട് എപ്പോഴാണ് അമ്മയ്ക്ക് വീഡിയോ ഒക്കെ എടുക്കണം തോന്നിയത്? ആദ്യം എടുക്കണമെന്ന് ഞാള് തൊഴിലുറപ്പും കഴിഞ്ഞ് വരുന്ന. അപ്പൊ ഇവനും റിനിൽ എന്ന് പറയുന്ന ഞങ്ങളെ ആദ്യത്തെ ഉള്ള ഓനും കൂടി മലബാർ മല്ലൂസിലുള്ള റിനില് ഓനും ഇവനും ചെയ്യലുണ്ട്. അപ്പൊ പിന്നെ ഞാള് തൊഴിലുറപ്പും കഴിഞ്ഞ് വരുമ്പോ പിന്നെ ഇവര് ഓന്റെ ഭാര്യ വീട് ഞാളെ വീട്ടിന്റെ അടുത്താ. അപ്പൊ ഇവരിങ്ങനെ അവനും ഉണ്ടാടാ. അപ്പൊ ഞാൻ ഞാളെ ചോദിച്ചാ എന്താ ഞാളെ കൂട്ടാത്തതെന്ന് ചോദിച്ചു. ഞാളെയും കൂട്ടിക്കോ ഒരു വിഷമം പറഞ്ഞു. ഞാളെയും കൂട്ടിക്കോ എന്നാൽ നിങ്ങൾ പറയുമോന്ന് ചോദിച്ചു. ഞാള് പറയുമെന്നാണ്. അപ്പൊ അങ്ങനെ ഇവര് പറഞ്ഞു നിങ്ങൾ വന്നോ എന്നാണ്. അപ്പൊ ഞാള് തൊഴിലുറപ്പും കഴിഞ്ഞ് കൈക്കോട്ടലാടെ വെച്ച് ഞാള് കയറിപ്പോയി. പിന്നെ ഇവനും മോനും വന്നേരം ഇവർക്കൊരു മടിയുണ്ട്. ഞാൻ ആദ്യമായിട്ട് കൂട്ടുമ്പോ ഇവരിത് പറയോ നന്നാവോ എന്നുള്ള. അപ്പൊ ഞാള് തൊഴിലുറപ്പിന്റെ വീഡിയോ ചെയ്ത് ഇവര് പറഞ്ഞു തരും പോലെ ഞാള് ചെയ്ത് അത് പിറ്റേന്ന് ഇവര് ഫോണിൽ എല്ലാവരും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് എല്ലാവരും ഞാളെ വിളിക്കലായി. പിന്നെ എല്ലാവർക്കും പുറം ലോകം എല്ലാം അറിഞ്ഞു കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് വീണ്ടും ചെയ്യണമെന്ന് തന്നെ ആയി. അങ്ങനെയാണ് ഇവലോടി ആയേ. പിന്നെ അങ്ങനെ ആയിക്കൊണ്ടിരിക്കുമ്പോ ഓൻ സപ്പോർട്ട് ചെയ്ത് ഇവനോട് വേറെ ചെയ്തോളൂ പറഞ്ഞു. ഓന്റെ സപ്പോർട്ട് തന്നെ ഇവൻ വേറെ ചെയ്ത് ഇവനിപ്പോ ഇന്നലെത്തി. ഇന്നലെത്തി അത് നല്ലൊരു നിലയിലെത്തി. ഇപ്പൊ പഠിപ്പിക്കുന്ന സമയത്ത് ആലോചിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു നിലയിൽ എത്തില്ല? ഇല്ല, പഠിപ്പിക്കുന്ന സമയത്ത് ആലോചിക്കില്ല. ഇവൻ ഡിഗ്രി പാസ്സായതാണ്. പിന്നെ അക്കൗണ്ടിങ് പഠിപ്പിച്ച് ഞാൻ ഗൾഫ് പറഞ്ഞേക്കാന്ന് വിചാരിച്ചിട്ട് അക്കൗണ്ടിങ് പഠിപ്പിച്ച് ഞാൻ പറഞ്ഞ ഗൾഫിലെല്ലാം നല്ല ചാൻസ് ആയിരിക്കും നീ അക്കൗണ്ടിങ് പഠിക്കുന്ന. അങ്ങനെ പഠിച്ച് അത് പിന്നെ എല്ലാം തന്നെയാന്ന് അറിയും. ഇപ്പം തന്നെ ഇത്ര തന്നെ ഉണ്ടായിരുന്നു അവൻ വിചാരിക്കുന്നത്. അപ്പം വിചാരിച്ചോട്ടെ. പക്ഷെങ്കില് പിന്നെ ഞാള് അതിന് സപ്പോർട്ട് ചെയ്ത് പഠിപ്പിച്ച് എന്നിട്ട് ഇവനെ അതിനൊന്നും പിന്നെ ഇല്ല. ഇപ്പം താല്പര്യം ഇത് യൂട്യൂബ് തന്നെ. നല്ല വരുമാനം കിട്ടുന്നില്ലേ? ഗൾഫാരെക്കാൾ കൂടുതൽ വരുമാനം ഉണ്ടാകുന്നില്ലേ? എത്രയാണ് ഏകദേശം ഒരു മാസം ഉണ്ടാക്കുന്നത്? അത് പറയില്ലല്ലോ. എന്താ പറയാണ്ട്? അങ്ങനെ ഒന്നുമില്ല, ഒരു ലിമിറ്റഡ് ഇതൊന്നുമില്ല പറയാൻ. ഏകദേശം എന്ന് പറഞ്ഞാൽ മതി. മിനിമം കിട്ടും പറഞ്ഞിട്ടുണ്ടാവില്ലേ? എല്ലാ മാസം എന്ത് വന്നാലും ഓ എന്താ നോക്ക്. എത്രയാവാലോ? 10,000 ഏറ്റവും കൂടുതൽ കിട്ടിയ എമൗണ്ട് പറഞ്ഞാൽ മതി. ഒരു മാസം ഏറ്റവും കൂടുതൽ കിട്ടിയത് എത്രയാ? അതിപ്പോ യൂട്യൂബിലതും ഫേസ്ബുക്കിലതും മറ്റേ അത് പ്രൊമോഷൻ ചില മാസം കിട്ടും. എത്ര ഉണ്ടാവും? അത് മോശം എത്ര വരുവാനുണ്ട്. സാലറി തുറന്നു പറയാതെ പെൺകുട്ടികൾ വയസ്സും തുറന്നു. വയസ്സ് എത്രയായി? 23. ഞാൻ പറഞ്ഞു പ്രൂഫ് ഫോൺ ചാർജില്ല. പ്രൂഫ് അടിച്ചിട്ട് ഞാൻ കറക്റ്റ് ഉറപ്പാണ്. 2 വയസ്സ് എന്തായാലും കുറച്ച് പറയും പെൺകുട്ടി. ഇല്ല, ഞാൻ കറക്റ്റ് വയസ്സാ പറഞ്ഞെന്ന് വെച്ചാല് നിങ്ങള് അക്കൗണ്ട് ബാലൻസ് കാണിച്ചു തരുമോ? ഉറപ്പല്ലേ? ഞാൻ കാണിച്ചു തരും. പ്രശ്നമൊന്നുമില്ല. ഞാൻ സത്യസന്ധ. അക്കൗണ്ട് ബാലൻസ് ഞാൻ പല ബാങ്കിലായിട്ട്
അക്കൗണ്ട് ബാലൻസ് ഞാൻ കാണിച്ചു തരും. ഇല്ല അക്കൗണ്ട് ബാലൻസ് ഞാൻ പറയും. ഞാൻ കാണിച്ചു തരും. കാണിച്ചു തരണേ, ഉറപ്പായിട്ടും പറ്റിക്കരുത്. ഇല്ല, ഇല്ല. ഞാൻ കാണിച്ചു തരും, എന്റെ അക്കൗണ്ട് ബാലൻസ് ഞാൻ കാണിച്ചു തരും. പ്രൂഫ് ഞാൻ കാണിച്ചു തരാം. 23 വയസ്സാന്നുള്ള എനിക്ക് മനസ്സിലായാൽ മതി. പക്ഷെ പെൺകുട്ടികൾ എന്തായാലും വയസ്സ് കുറച്ച് തരൂല അമ്മേ. അമ്മക്ക് ഇനി 62 വയസ്സായി, അമ്മ 45 എന്നാ പറയുന്നത്. ഞാൻ അങ്ങനെ കുറച്ച് തരേണ്ട ആവശ്യമില്ലല്ലോ, എനിക്ക് ചെറിയ വയസ്സല്ലേ. അതന്നെ. അതെ, കണ്ടോ അമ്മക്ക് എത്ര വയസ്സ് തോന്നി എന്നെ അത്രയാള് 23 വയസ്സ്. 23 വയസ്സാവുന്നുള്ളൂ. അത്രയുള്ളൂ. ഇപ്പൊ എന്റെ വയസ്സൊരു വിഷയാവോ? 2002 ആ അതേനാ, ഡേറ്റ് ഓഫ് ബർത്ത് 2002. നോക്ക്, ആധാർ കാർഡിലെ ഫോട്ടോ എവിടെയും കാണിക്കരുത്. ഇത് ക്ലിയർ ആവുന്നില്ല. അന്നാ ഞാൻ വേറെ എടുത്ത് കാണിച്ചു വിശ്വാസായി. നിങ്ങളുടെ അക്കൗണ്ട് ബാലൻസ് കാണിക്കും, ഞാൻ കാണിച്ചു. എന്റെ അക്കൗണ്ട് ബാലൻസ് കാണിച്ചേക്കണം ഞെട്ടു. തീരെ അക്കൗണ്ട് ഒന്നും ഇല്ലാത്തൊരു അക്കൗണ്ടാണോ? ഏത് അക്കൗണ്ട് കാണിക്കണം എന്നുള്ളതാ ഡൗട്ടില്ല. ഇല്ല, ഞാൻ പറയുന്ന അക്കൗണ്ട് കാണിച്ചാൽ മതി. നിങ്ങൾ സെലക്ട് ചെയ്യണം, ഞാൻ പറയുന്ന നിങ്ങളുടെ ഫാൻസിനെല്ലാം മനസ്സിലാവട്ടോ ഇത് നിങ്ങളെ പൈസ ഇല്ല. ഞാൻ പറഞ്ഞുള്ള ഫാൻസിനെ കളയരുത്. സാരമില്ല. ഓക്കെ, ഇനിയിപ്പം പൊതുവെ എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണ് അമ്മേനെയൊക്കെ കൊണ്ട് വീഡിയോ എടുക്കാനായിട്ട്. അപ്പൊ അതൊക്കെ ഓവർകം ചെയ്ത് എങ്ങനെയാണ്? അമ്മയാണ് എന്നെ ഇങ്ങനെ ആക്കിയത്. അമ്മേനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എന്നെ ഇഷ്ടപ്പെട്ടില്ലല്ലോ. എല്ലാവരും മെസ്സേജ് അയക്കും, അമ്മേനോട് ഹായ് പറയണേ, അമ്മേനെ ഇഷ്ടം, അമ്മേനെ ഇഷ്ടം, അമ്മേനെ ഇഷ്ടം. അല്ല, അത് വീഡിയോ ഇട്ട് തുടങ്ങിയതിന് ശേഷമല്ലേ? തുടങ്ങുന്നതിന് മുന്നേ എന്തുകൊണ്ടാണ് ഒരു മലബാർ മല്ലൂസ് സപ്പോർട്ട് ചെയ്ത് ഞങ്ങള് ആദ്യം വീഡിയോ ചെയ്ത് തുടങ്ങി. ആരോട് റിനലിനോട്. ഞാൻ ആദ്യം മലബാർ മല്ലൂസിന്റെ കൂടെ ക്യാമറമാൻ ആയിട്ടുള്ളത്. ഓരോ കൂടെ വർക്കിന്റെ ഇടയ്ക്ക് ഞാൻ NHന്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഒരു വിളിക്കുന്ന സമയത്തെല്ലാം പോയിട്ട് വടകരെല്ലാം ഷൂട്ട് ഉണ്ടെങ്കിലെല്ലാം ഞാൻ ചെയ്യും. പിന്നെ എനിക്ക് ഇതിൽ ഉടുപ്പില്ല. ഞാൻ ഷർട്ട് കഴിച്ചിട്ട് റോട്ടും കൂടി പായണം, അതും പായും. ഞാൻ പിച്ചക്കാരനായിട്ട് വടകര സ്റ്റാൻഡിൽ പോയി നിന്നിട്ട് വീഡിയോ കണ്ടന്റ് വേണ്ടിയിട്ട്. അപ്പൊ എന്തിനും ചെയ്യാൻ റെഡിയാണ്, ഒരു പ്രശ്നമില്ലാത്ത ഒരാളാണ്. അപ്പൊ പിന്നെ ഓരോട് ചെയ്തു തുടങ്ങി, ക്യാമറാമാനായി. പിന്നെ ഓരോരുത്തരെ കണ്ടന്റ് ചെയ്യാൻ തുടങ്ങി. ഓരോരോ കണ്ടന്റുകൾ, നാട്ടിൽ നടക്കുന്ന ഒളിച്ചോട്ടോ അത് ഇതെല്ലാം. അപ്പൊ അതെല്ലാം ക്ലിക്കായി പോയി. പിന്നെ എന്റെ ചിരിയെല്ലാം ഇഷ്ടപ്പെട്ടു തുടങ്ങി. എന്നെ ആൾക്കാർ അതുൽ എന്ന് പറയുമ്പോൾ ഒരു ഇഷ്ടമായി തുടങ്ങി. അതെനക്കും തോന്നി. അപ്പൊ പിന്നെ അന്നേരം എനിക്ക് 2000 ഫോളോവേഴ്സ് ആയിട്ടുള്ളൂ. പിന്നെ ഓരോട് ചെയ്ത് ഒരു കൊളാബ് ചെയ്ത് 6000 ഫോളോവേഴ്സ് ആയി. പിന്നെ ഓരോട് തൊഴിലുറപ്പ് ഇവര് കൂടി. അപ്പൊ അമ്മയും ജാനുവച്ചി, സുനിയാച്ചി, രാധാച്ചി അവരെല്ലാം കൂടി ഞങ്ങളൊരു ടീമായി. പിന്നെ അപ്പൊ ഒരു തൊഴിലുറപ്പിന്റെ കണ്ടന്റ് തുടങ്ങി. തൊഴിലുറപ്പിന്റെ അകത്ത് ഒളിച്ചോട്ടം, തൊഴിലുറപ്പിന്റെ അകത്ത് രാജമലി എന്നുള്ള ഒരു ക്യാരക്ടർ കൊണ്ടുവന്നു. അപ്പൊ അങ്ങനെ ഫുള്ള് ഒരു തൊഴിലുറപ്പ് ടീമായി. അപ്പൊ ആൾക്കാർക്കിടെ തൊഴിലുറപ്പിന്റെ ടീമിൽ നിന്ന് അതങ്ങനെ ഞങ്ങളെല്ലാവരും അങ്ങ് എന്തായി പോയി, ഒരു ഫെയിമായി ഈ ഒരു വീഡിയോട് കൂടി. പിന്നെ കൊളാബ് ചെയ്ത് ഒരു കൊളാബ് എന്നെ ഒഴിവാക്കി. സ്വന്തമായിട്ട് ചെയ്യാനുള്ള എനിക്ക് എല്ലാ ഇതും തോന്നി. അപ്പൊ ഞാൻ സ്വന്തമായിട്ട് കൊളാബ് ചെയ്ത് തുടങ്ങി. ഞാൻ തന്നെ വീഡിയോ ചെയ്ത് തുടങ്ങി. പിന്നെ അങ്ങനെ കാരി ആൾക്കാർ എന്നെ അങ്ങ് അംഗീകരിച്ച്. എന്താന്നറിയില്ല, പഠിച്ചോ സഹായിച്ചിട്ട് അങ്ങനെ ഇപ്പൊ സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ട്. നല്ല യൂട്യൂബ്, ഇൻസ്റ്റാ, FB എല്ലാത്തിനും നല്ല ഫോളോവേഴ്സ് കാര്യങ്ങൾ. യൂട്യൂബ് ഹിറ്റ് ആയില്ലായിരുന്നെങ്കിൽ എന്താവുമായിരുന്നു? പണിക്കോ ജീവിക്കേണ്ടി വരും. അങ്ങനെ ജീവിക്കുന്നതിനെ പ്രശ്നമല്ല. പക്ഷെങ്കില് ഇതാണ് എനിക്ക് എന്റെ ഒരു ഫീൽഡ് ഇഷ്ടപ്പെട്ടു. എനിക്കിത് നല്ല രസമല്ലേ, വീഡിയോ എടുക്കുക, ആൾക്കാർ നമ്മളെ കാണുമ്പോൾ സെൽഫി എടുക്കുക, നമ്മളെ ഓടിച്ചിരിക്കുക. നമുക്കൊരു ഇതായി ഒരു ചിരിയുടെ കാര്യം പറഞ്ഞപ്പോഴാ ഭയങ്കര ഫാൻസ് ഉണ്ട് ചിരിക്ക്. സത്യം. എങ്ങനെ ചിരി മെയിൻറ്റെയിൻ ചെയ്യണം? ആ ചിരിയുടെ അത് ചില സമയത്ത് ഒരു പൊട്ടിച്ചിരി വരാണ്ട് കോയി വരക്കി കൊക്കുന്ന ഒരു ചിരി ഈ ഒരു സാധനം വരാറുണ്ട്. അത് ഞാൻ ഉണ്ടാക്കുന്നതല്ല, ഇപ്പം വരൂല. അങ്ങനത്തെ സന്ദർഭത്തിൽ വരുന്നതായി. എപ്പോഴെങ്കിലും മോന്റെ നല്ല സ്വഭാവത്തിന് സ്കൂളിൽ പോകേണ്ടി വന്നിട്ടുണ്ടാവോ? ഇല്ല, ഓന്റെ നല്ല സ്വഭാവം തന്നെ. വീട്ടിന് അറിയല്ലോ. എന്താ പറയല്? PTA മീറ്റിങ്ങിന് ഓനിങ്ങനെ ഒരു വികൃതി കളിയുണ്ട് എന്നല്ലാണ്ട് വേറെ മറ്റു ചായുള്ള ഒരു ഇതൊന്നും. ദുശീലങ്ങളൊന്നുമില്ല, അതെന്റെ മെയിൻ പ്രത്യേകത. എന്തേ ദുശീലം? ദുശീലം എന്ന് വെച്ചാൽ ഒരു ദുശീലങ്ങളും ഇല്ല. കള്ളു കുടിക്കൂല, സിഗരറ്റ് വലിക്കൂല. ഇല്ല, അതൊന്നുമില്ല. നല്ല ഉണ്ണിയാണോ? നല്ലതാണ്. അല്ലെ, കള്ളു കുടിക്കുന്ന സിഗരറ്റ് വലിക്കുന്നോണ്ടൊക്കെ എന്താ കുഴപ്പം? അല്ല, ദുശീലങ്ങളിൽ പെടുന്ന സാധനമല്ല. എനിക്കറിയില്ല. ഞാൻ പറഞ്ഞിട്ടില്ല. ദുശീലങ്ങൾ ഇല്ല. സിഗരറ്റ്, കഞ്ചാവ് അതല്ല ദുശീലം. കഞ്ചാവ് അതെങ്ങനെ MDA ഒന്നുമില്ല. നമുക്കറിയില്ല. ഞാനിത് ഉപയോഗിക്കാറുണ്ട് ഇതൊക്കെ. അമ്മ നിങ്ങൾ ഉപയോഗിക്കലുണ്ടോ? അതങ്ങനെ നിങ്ങൾ ഉപയോഗിക്കുന്ന കുട്ടികളെ കണ്ടിക്കോ? കുട്ടികൾ അടയടിയെല്ലാം ഉണ്ട്. പക്ഷേ നമ്മളിങ്ങനെ നേരത്തെ നമ്മക്കിപ്പോ ഇത്ര എങ്ങനെ കാണൂലല്ലോ. അങ്ങനെ നമ്മളെ കൺമുമ്പിൽ അങ്ങനെ ഉപയോഗിക്കുന്ന കുട്ടികളോട് എന്താ പറയല്? ഇതെല്ലാം തെറ്റ് തന്നെയാന്നുള്ള ഞങ്ങള് നിർദ്ദേശം കൊടുക്കും. ഇങ്ങനെ ഉപയോഗിക്കാറ്, ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത്.
നിങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ട് നന്നായിക്കോ. നന്നാവാനാ പണി. നിങ്ങളവിടെ പറഞ്ഞേനി പറയാച്ചാൽ അങ്ങനത്തെ പോലെ നമ്മളിപ്പോ അങ്ങനെ ആയിപ്പോയവരോട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ എങ്ങനെ ബലപ്പെടുത്തോലോട് ഞങ്ങൾ പറഞ്ഞു കൊടുക്കും. കണ്ണനെ പോലത്തെ കണ്ണനെ പോലത്തോനോടല്ല. കണ്ണിന് ഉപയോഗിക്കലുണ്ടോ? ഇല്ല. എങ്ങനെ ബാക്കി എനിക്ക് തോന്നുന്നു കുറെ പേരെല്ലാം ഇത് ഉപയോഗിക്കലുണ്ടാ. ഞാൻ ദുശീലാന്ന് പറഞ്ഞിട്ടില്ല, നിങ്ങൾ പറഞ്ഞ ദുശീലം ദുശീലം തന്നെയല്ല. ഇല്ല, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളല്ല. ഒരിക്കലും ലീഗലല്ലോ, ഇല്ലീഗലല്ലേ. അപ്പൊ അത് ദുശീലം തന്നെയാണ്. വെള്ളം അടിക്കുന്നത് ദുശീലല്ലോ, വെള്ളം അടിക്കുന്നത് ലീഗലാണല്ലോ. നീ പറഞ്ഞ ദുശീലത്തില് വെള്ളമടി ഉണ്ട്. വെള്ളടി ദുശീലല്ല. വെള്ളം അടിച്ച് വീട്ടിൽ വന്ന് ബഹളം ഉണ്ടാക്കാലും അതെല്ലാം മോശം തന്നെയാണ്. വീട്ടില് വന്ന് ബഹളം വെള്ളം അടിക്കില്ല. ഇവള് പറയുന്നത് വെള്ളം അടിക്കാം, വെള്ളം മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന കുട്ടി. അപ്പൊ ഞാൻ പറയുന്നത് ഒരു പ്രശ്നമല്ല, പക്ഷെ നമ്മള് ഒരാൾ അംഗീകരിക്കുന്ന രീതിയിലാണ്. മദ്യത്തിന്റെ രുചി ഇതുവരെ അറിഞ്ഞിട്ടില്ല, സത്യം. ആൺകുട്ടികളല്ലേ ചില പരിപാടികൾക്ക് അതൊന്നും ഞാൻ ഒരിക്കലും പറയാം. നമ്മുടെ ശരീരത്തിൽ ആൽക്കഹോൾ വേണോ ഉറപ്പല്ലേ? അപ്പൊ നമ്മൾ അമിതമായിട്ടൊന്നും ചെയ്യാണ്ട് അല്ല ഞാൻ പറഞ്ഞ അതിന് അഡിക്റ്റ് ആവരുത് ഒരിക്കലും. ഒരാൾ 6 കൊല്ലം മദ്യം ഉപയോഗിച്ചിട്ട് അയാൾ പറഞ്ഞാൽ ഇതൊരു അഡിക്റ്റ് ആയിക്കില്ല. 6 കൊല്ലം മദ്യം ഉപയോഗിച്ച ആൾ എന്തെന്ന് അഡിക്റ്റ് തന്നെയല്ലേ? അതുപോലത്തെ സ്ഥിതി. അങ്ങനെയല്ല, 6 കൊല്ലം കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും അടിക്കുകയാണെങ്കിൽ അഡിക്റ്റ് ആവുള്ളൂ. അടിക്കറ്. പിന്നെ എങ്ങനെ അടിക്കണ്ടേ? നീ അതിന്റെ ഒരു ഇത് പറഞ്ഞെടുത്ത്. ഓണം, വിഷു, പെരുന്നാള്, പിന്നെ കല്യാണം, ഒരേ കൂട്, അങ്ങനത്തെ പരിപാടികൾക്കെല്ലാം അടിച്ചാൽ ഒരു പ്രശ്നമില്ല. അതൊരു വൈബിന് വേണ്ടിട്ട് ഒരു ഗാനമേള ഉണ്ടാകുമ്പോൾ ഒന്ന് വൈബാക്കി ചില്ലാക്കുക. ബസ് നമ്മളെ സാമ്പത്തികത്തെ ഒരിക്കലും അത് കാർന്നു തിന്നാൻ പാടില്ല. നമ്മളിപ്പോ ഉണ്ടാക്കുന്ന പൈസയിൽ 3/4 ഭാഗം അതിന് വേണ്ടി ചെലവാക്കാൻ പാടില്ല. ഹാപ്പിനെസിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യുന്നത്. കാരണം നമ്മൾ ലൈഫാണ്, നാളെ മരിച്ചു പോകും. അപ്പൊ അതിന്റെ ഹാപ്പിനെസിന് വേണ്ടി നമുക്ക് എന്തും ചെയ്യാം. പക്ഷെ അതെന്താ ഇപ്പൊ ഒരു വേറെ ബുദ്ധിമുട്ടാറ്. ഇപ്പം വീട്ടുകാരെ വന്നിട്ട് ഓളടിക്കുക, ഭാര്യനടിക്കുക, തോന്നിയാസം പറയാ നാട്ടുകാരോട്. അതും രണ്ട് പെഗ്ഗെല്ലാം അടിച്ച് നല്ല ഒരു മൂഡിൽ നിൽക്കുന്നതാണെങ്കിൽ ഓൻ അംഗീകരിക്കാം. ഇപ്പൊ ബാറിന്റെ ടൈമിംഗ് ഒക്കെ 10 മണി എന്നുള്ളത് 12 മണി ആക്കിയല്ലോ. അപ്പൊ അതിനെ പറ്റി എന്റെ അഭിപ്രായം എന്താ? നല്ലതല്ലേ? എന്ത് നല്ല മെഡിക്കൽ ഷോപ്പാറ്റ ഇത്. യോജിക്കുന്നില്ല. നിങ്ങളെന്താ യോജിക്കാണ്ട് എന്തിനാ ഇത്? വെയില് കൊണ്ടിട്ടുള്ള പൈസ അല്ലേ ഇത് കൊണ്ടുപോയിട്ട് കുടിക്കണ്ടിയ വരുന്ന പോലെ? അല്ല, കുറച്ച് പൈസയല്ലേ, സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ അത് പറഞ്ഞിട്ടെന്താ? എന്തിനാ? അതിന്റെ ആവശ്യമില്ല. യോജിക്കുന്നില്ല. പൈസ വേണ്ട ഗവൺമെന്റിന്റെ അടുത്താ 10 മണി വരെ ചിലർക്ക് എത്തിപ്പെടാൻ പറ്റിയൊന്നുമില്ല. ഒരു ഉപകാരമാണ് 12 മണി വരെ. ചിലർക്ക് 10 മണി വരെ ജോലിയൊക്കെ ഉണ്ടാവും. ഭയങ്കര ഒരു ഉപകാരമാണിത്. എനിക്ക് 10 മണി വരെ ജോലി. അല്ല, എനക്കില്ല, ഞാൻ അങ്ങനെ പോക്കില്ല. നിങ്ങൾ ബാറിൽ പോയി അടിക്കലില്ല? ഇല്ല. വീട്ടിൽ കൊണ്ടുവന്നിട്ടാ? ഞാൻ അടിക്കലില്ല. ഈ അടിക്കലുണ്ട് ഓണത്തിന് വിഷുവിനല്ലേ അപ്പൊ അടിക്കണ്ടേ? അത് അന്നേരം ബാറിൽ ഒന്നും പോകേണ്ട ആവശ്യമില്ല. അത് നമ്മളെ പിള്ളമാരോട് ഒന്ന് ചില്ലാക്കാനുള്ള പരിപാടിയാണ്. ഓരോ വാങ്ങല്? ഓരോ വാങ്ങും. ഈ പോയി വാങ്ങലല്ല? ഇല്ല. ഇപ്പൊ നിങ്ങൾക്ക് ഒരു മരുമോളെല്ലാം വരാൻ പോകുന്നില്ലേ? നിങ്ങൾ മരുമോൾ എങ്ങനെയായിരിക്കണം എന്നാണ് ആഗ്രഹം? മരുമോളെ എന്റെ ആഗ്രഹം എനക്കൊന്നു ഇങ്ങോട്ട് അങ്ങനെയല്ല, പിന്നെ എനിക്ക് എന്നെ നോക്കണം, എന്നെ അച്ഛനെയും ഞങ്ങളെ കുടുംബത്തിനെ നോക്കുന്ന ഒരു പെണ്ണായിരിക്കണം. രാവിലെ എങ്ങനെ വെച്ചാൽ എല്ലാ കാര്യങ്ങളും നോക്കിയെടുത്ത് ഞങ്ങളെ നല്ല സ്വഭാവത്തോടു കൂടിയുള്ള നല്ല സ്വഭാവം എങ്ങനെ കണ്ണ് കൊണ്ട് നോക്കുവാനല്ല ഞാൻ പറയുന്നത്. പിന്നെ നമ്മളൊരു നല്ല ഞാളെ അച്ഛനെയും അമ്മേനെയും അല്ല, ഞാളിപ്പോ അച്ഛനും അമ്മയും ഓനും ഓളുവാ ഉണ്ടാവും വീട്ടില്. ഇവര് 2 പെങ്ങന്മാര് വരുമ്പോ പോകുമ്പോ ഓല നോക്കിയാ മതി. അല്ലാണ്ട് ഞാളവര് നോക്കണം. പിന്നെ എന്താ പെങ്ങന്മാര് വേറെ ഓല മക്കളെല്ലാം വരും ഇടക്കിടക്ക്. എപ്പോ ഒന്നും ഓല ബുദ്ധിമുട്ടിക്കൊന്നുമില്ല, എന്നാലും വരുന്ന സമയത്ത് ഓലെ നോക്കണം. അങ്ങനത്തെ നോക്കണ്ടേ? ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നതാണോ? ഭക്ഷണം നല്ല സ്വഭാവത്തോടു കൂടി നമുക്കറിയാലോ. ലോയി പറയുന്ന എങ്ങനെ? പിന്നെ നമ്മളിപ്പോ ഒരു എങ്ങനെ വെച്ചാല് വരുമ്പോ വെറുപ്പു അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു മരുമകൾ. ലോയും പറയുന്നോളായിരിക്കണം. അത്രേ ഉള്ളൂ. ചായ എല്ലാം കാച്ചി കൊടുത്ത് ഫുഡെല്ലാം ഉണ്ടാക്കി കൊടുക്കണം. ഞാൻ തന്നെ ഉണ്ടാക്കും. നിങ്ങൾ തന്നെ ഉണ്ടാക്കും? അതെല്ലാം മതി. എനിക്ക് ആകുന്ന കാലം ഞാൻ തന്നെ ആക്കും. ഓളെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു? പണിയോ ഓളെന്തെങ്കിലും കൊടുത്തായി, ഇല്ലെങ്കിൽ ഓളാടെ നിർബന്ധിക്കുന്നൊന്നുമില്ല. എനിക്ക് ആ നേരം എടുക്കും. പണിക്കൊന്നും ഒരു പ്രശ്നമില്ല. സ്വപ്നത്തിലെ അമ്മായിമ്മയാണ് എല്ലാം ഞാൻ
ഏത് പെൺകുട്ടികൾ ആഗ്രഹിക്കുന്ന അമ്മായിയമ്മയാണ്. അതെ, അതുകൊണ്ട് എന്നെ കിട്ടിയ നിങ്ങൾക്ക് ഈ അമ്മായി വരെ കിട്ടുന്ന ഫ്രീ ആയിട്ട് തരാം ഗൈസ്. അല്ല പണിയന്റെ ഒന്നും ഒരു പ്രശ്നമില്ല, പണിയെല്ലാം ഞാൻ എടുത്തോളൂ. വേണേ അവളെ ഡ്രസ്സ് വരെ അലക്കുവാൻ ഞാൻ തയ്യാറാ. പക്ഷെങ്കിൽ ഒരു മുഖത്തിന് ഒരു നമ്മള് അങ്ങനെ ഉണ്ടല്ലോ, നമുക്ക് 2 പെൺകുട്ടികളെ നോക്കിയിട്ടുള്ളത് അറിയാം. എനക്കായിട്ട് പ്രശ്നം. അതുകൊണ്ട് ഓളെയും മോളായിട്ട് തന്നെയാ. പിന്നെ എന്താ മരുമോൾ എന്നുള്ളതില്ല. ഇല്ല ഇല്ല, മോള് തന്നെ ഇവലെ പോലെ ഇപ്പൊ കല്യാണം കഴിച്ച 2 ചേച്ചിമാരോ ഒരു ഫാമിലി അടിപൊളിയാണ്. ഇവരും അങ്ങനെ തന്നെയാണ് ചേച്ചിമാരോ. ഇവര് രണ്ടാളും അങ്ങനെയാ. ഇവള് ഇവിടെ ഇവളില്ലാണ്ട് ഇവളെ അച്ഛൻ 36 ഇവിടെ വിളിക്കും. ഓളില്ലാത്തൊരു അവർണ എന്നാ വിളിച്ചോണ്ടിരിക്കും. ഇപ്പൊ അങ്ങ് ഇവിടെ പോയതാ. എല്ലാരും കോഴിക്കോട്ടുകാർക്ക് ഭയങ്കര സ്നേഹം. ഇവല് മറ്റോ അങ്ങനെ തന്നെ നല്ല അച്ഛനും അമ്മയെല്ലാം നല്ല ഓള വീട്ടില് ഇപ്പൊ എല്ലാം നല്ല പെൺകുട്ടികൾ തന്നെയാണ്. അമ്മ അങ്ങനെ പറയുന്നില്ല, എല്ലാവരും നല്ല വീട്ടില്. അത് നോക്കണ്ട, ചിലര് പിന്നെ ഞങ്ങൾ നമ്മളെ അങ്ങോട്ടുള്ള അതിപ്പോ എന്തിനും അങ്ങനെ ഉണ്ടാവും, എല്ലാത്തിനും ഒരു അല്ല ചിലത് എന്ന് വെച്ചാല് നമ്മളിപ്പോ വെറുതെ ഇപ്പം എന്തെങ്കിലും കണ്ടാൽ ഞാൻ ഇവരെ പറയൂല, അതുപോലെ ചിലപ്പോൾ ഓളയും പറഞ്ഞു എന്നല്ലാണ്ട് ഒരു അമ്മ ശകാരിക്കുന്ന പോലെ ശകാരിക്കുന്നല്ലാണ്ട് അല്ലാണ്ട് വേറെ മരുമോളെ ശകാരിക്കുന്നതായിട്ട് ഞാൻ ഒരിക്കലും ശകാരിക്കൂല. നിങ്ങൾ അതൊന്നും ഇല്ല. ഇനിയിപ്പോ നിങ്ങൾ അത് വെറുതെ ഒഴിവാക്കാന്നില്ല. ചെറിയോളൊന്നും അല്ല പിന്നെ അല്ല പിന്നെ അല്ലേ അതിങ്ങി വരൂല. എല്ലാം സെറ്റാക്കി വെച്ചില്ലേ? എത്ര നാൾക്കുള്ളില് കല്യാണം ഉണ്ടാവും? കല്യാണം 5 വർഷം കഴിഞ്ഞിട്ട്. നിങ്ങളെല്ലാം വിളിക്കട്ടെ. എന്നെ വിളിക്കുന്നുണ്ടോ? 5 വർഷമൊന്നുമില്ല, ഇനിയിപ്പോ പിന്നെ നോക്കണം. എത്ര വർഷത്തിനുള്ളിൽ അമ്മയ്ക്ക് ആഗ്രഹം? എനിക്കിപ്പോ നാളെ തന്നെ കഴിച്ചാൽ അത്ര സന്തോഷം. എനിക്ക് എത്രയായിട്ടുണ്ട്? എനിക്കിപ്പോ ഒന്നും കഴിക്കണ്ട. അതെന്താ? ഓൻ പറയോ ഇപ്പൊ ഞാൻ ഓനിങ്ങനെ കളിച്ചെടുക്കാനാ? ഓനതായിരിക്കും വിചാരിക്കുന്നുണ്ടോ. ഞാൻ ഇപ്പം കുറച്ച് മുന്നേ ഓനോടും എന്റെ അച്ഛനോടെല്ലാം പറഞ്ഞു, നിങ്ങളൊന്ന് എന്തെന്ന് അന്വേഷിച്ച് നോക്ക്, എന്തെന്നാ ഞാൻ എനിക്കിപ്പൊ അങ്ങനെ പോയി കൂടാലോ, ഓലെല്ലാം ഉള്ളവരോ, നിങ്ങൾ ചോദിച്ചു നോക്കും നമുക്ക് നിന്നാ പോവാ വരുവോ എന്തെന്നാന്ന് പറഞ്ഞിടുവെങ്കിലും ചെയ്യാലോ. അതിനൊന്നും ഇപ്പം പറയുന്ന 6 മാസം കഴിയട്ടെ എന്നാ പറയുന്നത്. 5 കൊല്ലം കഴിഞ്ഞ 6 മാസം കഴിച്ച് ഇപ്പം 2 കൊല്ലായി. എന്നിട്ടിപ്പോ ഒരു ഇതില്ല, അനക്കയില്ല. അല്ല, നിങ്ങൾക്ക് എന്താ ഓനിപ്പോ കെട്ടിക്കണമെന്ന് തോന്നാൻ? കെട്ടിക്കണമെന്ന് നന്നാക്കാനാണോ? നന്നാക്കാനാണോ? ചിലര് പറയുന്ന കേക്കലില്ലേ, ഒരു പെണ്ണ് കെട്ടിയാ ഇവന്റെ കുട്ടിക്കളി എല്ലാം മാറുന്നത് വിചാരിച്ചിട്ടാണ്? അതല്ല, എന്നാലും ഒരു പെണ്ണ് കെട്ടുന്ന നല്ലതല്ലേ എത്രയും വേഗം. അതാ ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ഒരു ടോക്ക് സമാധാനം അതൊന്നും പറ്റില്ല. ഒരാത്ര ആള് പെണ്ണ് കെട്ടി ഇപ്പം അധികം പ്രായമായിപ്പോ എല്ലാം ബുദ്ധിമുട്ട് തന്നെയാ. പെണ്ണ് കിട്ടില്ല, എല്ലാം ഡിമാൻഡ് പറയൂ. പെണ്ണ് കെട്ടണം വേഗം. എനിക്കെന്താ ഇത്ര നീട്ടി വെക്കാനായിട്ട്? അതെന്താ അങ്ങനെ? ചിലർക്ക് ഉണ്ടാവില്ലേ ഇനിയിപ്പോ കരിയറൊക്കെ സെറ്റ് ആയിട്ട് മതി, അത് എനിക്ക് സെറ്റ് ആയല്ലോ, ഇനിയിപ്പോ അത് പറയാൻ പറ്റില്ല. ഇനിയിപ്പോ എന്താ പറയുന്നത്, സെറ്റ് ആയില്ലേ? 0യോ അങ്ങനെ പറഞ്ഞോ? അല്ല അങ്ങനെയല്ല, അത് അല്ല അത്ര നമുക്കൊന്ന് ആവട്ടെ. എന്തിനാ പാവണ്ട എനിക്ക് അതറിയണ്ടേ? മെന്റലി മെന്റലാന്നല്ല, ഒരു കല്യാണം കഴിക്കാനുള്ള ഒരു ഇത് വരണ്ടേ നമുക്ക്? എന്തിനാ വരണ്ടേ? പക്വതയില്ല. ഞാൻ ചെറിയ ചെക്കനല്ലേ. ഏത് വകയില്? അതെല്ലാം അമ്മമാർക്കും അങ്ങനെ തന്നെയായിരിക്കും. മക്കൾ എത്ര വലുതായാലും കുഞ്ഞൻ തന്നെയായിരിക്കും. അനക്ക് കെട്ടണം. ഓനാ പറയുന്നു ഓന് കുട്ടിക്കളി മറക്കില്ല, ഓന്റെ അത് വിചാരിക്കുന്നത്. എനിക്ക് എന്തെന്നാ ഇപ്പൊ പക്വത വരണ്ടേ? ഞാൻ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് കഴിക്കും എന്തായാലും. എനിക്ക് എന്റെ ആദ്യത്തെ പ്രണയനും എന്തേലും പറയാല്ലേ? എത്രാമത്തെ പ്രണയ? അമ്മക്ക് അന്നില്ല. അമ്മക്ക് എത്ര എണ്ണം ഞാൻ എങ്ങനെ എണ്ണാനാണ്? ഇല്ല പറഞ്ഞൂട്. അമ്മക്കറിയില്ല. അമ്മ മിണ്ടരാ. അതെനക്കറിയല. ഭയങ്കര ഹിറ്റായ ഒരു വീഡിയോ ആയിരുന്നു നിങ്ങളുടെ മാലയുടെ. നിങ്ങൾ എപ്പോഴേലും പ്രതീക്ഷിച്ചോ ഓ വാങ്ങി തരുന്നു? ഇല്ല, ഒരിക്കലും. എന്റെ അടുത്ത് നമ്മൾ അങ്ങനൊന്നും എക്സ്പെക്ട് ചെയ്യില്ല, ഒരിക്കലും പ്രതീക്ഷിക്കില്ല. ചായപ്പൊടി പോലും ഞാൻ വാങ്ങില്ല. ചോദിക്കാൻ വരെ മുന്നേ എന്തെങ്കിലും വാങ്ങി? ഒന്നും വാങ്ങലില്ല. ഞാൻ വാങ്ങിക്കലുമില്ല. എല്ലാം എന്റെ അച്ഛനാവും ആ സാധനം. പിന്നെ ഇത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കൂല ഇപ്പൊ വാങ്ങിത്തരുമെന്ന്. നിങ്ങൾ കരഞ്ഞു പോയ പെട്ടെന്ന് വീഡിയോയില്? പെട്ടെന്ന് കരഞ്ഞു പോയ ഞാൻ വീട്ടിൽ നിന്ന് കുറച്ച് അടക്ക ഉണ്ടേനു, അത് ഉരിച്ച് ഞാൻ ആയഞ്ചേരി ടൗണില് വിറ്റിട്ട് പിന്നെ എന്തെങ്കിലും വാങ്ങാന്നെല്ലാം വിചാരിച്ചു പോയതാ. നോക്കുമ്പോ ഇവനാ ഞാൻ ആടെ എത്തി വിറ്റ് പിന്നെ എന്തോ വാങ്ങുമ്പോ ഇവൻ വിളിക്കുന്നെ. പിന്നെ അമ്മ എങ്ങളെടിയുള്ളത് ഞാൻ ആയഞ്ചേരി ഉണ്ട് എന്നാണ്. ഞങ്ങളൊന്നും ചെട്ടിയാങ്കണ്ടി ജ്വല്ലറിയിൽ വരണേ എന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എന്തിനാന്ന് ചോദിച്ചാൽ വീഡിയോ എടുക്കുവാനാ. ഞാളങ്ങനെ എടുക്കലുണ്ട് പരസ്യത്തിനെല്ലാം. ഞാൻ വിചാരിച്ചാട്ടോ പരസ്യം എടുക്കുന്നാന്ന് വിചാരിച്ച്. അപ്പൊ ഞാൻ ചെന്നേരം ഇവൻ പറഞ്ഞ് വാങ്ങുന്നെ. ആള് കയറി പോന്നെല്ലാം എടുത്ത്. അപ്പൊ ആടെ എത്തിയരെ പിന്നെ ഇവർ ഒരു ബോക്സിൽ ചെയിൻ എടുത്തിങ്ങ് നീർത്തൻ്റെ അത് തന്ന്. പിന്നെ ഇവർ 2 തന്നു. അപ്പൊ ഞാൻ ഇതിങ്ങനെ വാങ്ങുന്നതെല്ലാം ഞാൻ ശരിക്കും ഇങ്ങനെ കാണിച്ച്. അപ്പൊ 2 ഞാനിങ്ങ് വാങ്ങി. പഠന ഇവർ പറഞ്ഞ് ഇട്ടോ എന്നാണ്.
അപ്പോൾ ഇവനോട് ഞാൻ മാണ്ട ഇടുന്നില്ല. പിന്നെ എല്ലാവരും വിചാരിക്കുവാണെങ്കിൽ എന്തിനും നമ്മൾ വേറൊരു കാര്യത്തിൽ നമ്മൾ ഇട്ടിട്ട് കാര്യമില്ല കൊണ്ട് ഞാൻ ഇടുന്നില്ല എന്നാണ്. എല്ലാം ഇട്ടോ എന്നാണ് ഞാൻ പറഞ്ഞ ഇടൂല എന്നാണ്. പടി നിർബന്ധിച്ചാൽ ഞാനത് ഇട്ട് പിന്നെ ഇവൻ എന്നോട് പറഞ്ഞു അത് നിങ്ങൾ ഇട്ട് നിങ്ങൾ കഴിക്കണ്ട എന്നാണ്. നിങ്ങൾ എത്ര കൊല്ലമായി കഴുത്തിൽ ഇട്ടിട്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ 10 കൊല്ലമായിട്ടുണ്ടാവും. എനിക്ക് പിന്നെ വില ഓരോരോ ആവശ്യത്തിനല്ല എൻ്റെ പണയം വെച്ച് എല്ലാവരും വാങ്ങുവാനായിട്ട് വിറ്റ് പോയത്. അതുകൊണ്ട് കഴുത്തിൽ ഒന്നും എനിക്ക് പ്രശ്നമില്ല. ഞാൻ 10 കൊല്ലം ഇടാത്തതെന്നാണ്. അപ്പോൾ ഇവൻ എന്നോട് പറഞ്ഞു നിങ്ങൾക്കിത് ഞാൻ വാങ്ങിയത് നിങ്ങൾ ഇട്ടോ എന്നാണ്. അപ്പോൾ അങ്ങനെ ഇവൻ കഴുത്തിലെടുത്ത് ഇവനെ എൻ്റെ കഴുത്തിലിട്ട് തന്ന് കഴിക്കണ്ട എന്നാണ്. അപ്പം ഞാൻ പറഞ്ഞു അവൻ എനിക്ക് ഉറപ്പാണ് ഇപ്പോൾ ഇത്രയും പൈസ ഉള്ളവരും കഴുത്തിലൊന്നും എനിക്ക് വാങ്ങി തരുവാനാവൂല എന്നുള്ള ഇപ്പം എനിക്ക് വാങ്ങുന്നത് ഞാനെല്ലാം പറഞ്ഞു. അപ്പം ഇവൻ പറഞ്ഞു എല്ലാം ഇതാ ബില്ല് തന്നെ. അപ്പൊ ബില്ല് എനിക്ക് കാണിച്ചു തന്നേരം 2,35,000 അങ്ങനെയാണ് വിശ്വസിച്ചത്. അപ്പൊ പിന്നെ എനിക്ക് എന്തോ സങ്കടമായിട്ട് ഞാൻ ചോദിച്ചു ഇനി എനക്ക് വാങ്ങിയ ഞാൻ എപ്പോഴും പറയൂ ഇനി ഇങ്ങനെ പൈസ പോക്കുകയും ചെയ്യല്ല, ജ്വല്ലറി കുറേശ്ശെ പൈസ കൊണ്ടു കൊടുക്കുക, എന്നിട്ട് ഇമ്മ കാർഡിന് ഒരു 2-3 പവന്റെ ഒരു ചെയിന് വാങ്ങാലോ. പിന്നെ കല്യാണം എന്നിട്ട് അച്ഛനോട് പറഞ്ഞിട്ട് നമുക്ക് കല്യാണം റെഡിയാക്കാലോ, അച്ഛൻ ഇനിയിപ്പോ ഒന്നിനും ആവൂല എന്നുള്ള ഞാൻ ഇവനോട് പറയുന്ന. അന്നേരം എനക്ക് വാങ്ങി. ഞാൻ ചോദിച്ചു ഇനി എനക്ക് വാങ്ങിയെന്ന് വെച്ചാൽ പിന്നെ എനിക്ക് എന്തോ സങ്കടമായി. എന്നോട് കരഞ്ഞു പോയി. ഇപ്പൊ പറയുമ്പോഴും എന്തോ ഒരു സങ്കടം, അതെനക്ക് മാറുന്നില്ല, എന്തോ ഒരു വിഷമായിപ്പോയി. അതിനാണല്ലോ നല്ല ഇൻവെസ്റ്റ്മെന്റ് ആണല്ലോ. അതോനെടുത്ത് അല്ലെങ്കിൽ തന്നെ കല്യാണത്തിന്റെ കാര്യം വരുമ്പോ എന്തെന്നാന്ന് വെച്ചാൽ അന്നേരം ഒരു വേണേ ഓനെടുത്തോട്ടെ, എന്നാലും എനിക്കൊന്ന് തന്നല്ല, അതെനിക്ക് വല്ലാത്തൊരു സന്തോഷമായിപ്പോയി. അത് വല്ലാത്തൊരു വിചാരിക്കാണ്ടായിപ്പോയില്ല. അവന്റെ അടുത്ത് പെങ്ങമാരുടെ അടുത്ത് പ്രതീക്ഷിക്കോ? എന്റെ പ്രതീക്ഷിക്കുന്നില്ല. എനക്ക് വാങ്ങി തരുമെന്ന് എനക്ക് ഇടണമെന്നൊന്നും എനക്കൊരു നിർബന്ധവും ഇല്ല. ഞാൻ ഇതാ പറയല ഇനി ഇഞ്ച കാര്യം ഇഞ്ഞ് നോക്കണം, ഇഞ്ച കാര്യം ഇഞ്ഞ് നോക്കണമെന്ന് തന്നെ അവനോട് പറയാ. അങ്ങനത്തെ ഇതേവനാന്നൊക്കെ വാങ്ങി തന്നെ. ഇനിയിപ്പോ ഓനുമാണെ അവനെടുത്തോട്ടെ വിറ്റോട്ടെ എന്താക്കിക്കോട്ടെ. ഇപ്പൊ എനിക്ക് അമ്മേനോട് സ്നേഹമുണ്ട് എന്നല്ല നമുക്കറിയാം. എന്നാലും ഈ ഒരു വീഡിയോ ചെയ്തിനു പേഴ്സിൽ ഫോട്ടോ ഉണ്ടോ എന്നെല്ലാം ചോദിച്ചിട്ട്. എന്റെ പേഴ്സിൽ ആരുടെ ഫോട്ടോ ഉള്ള എന്റെ ഫോട്ടോയില് പറയണ്ടായി കാണിച്ചാല്. എന്റെ പേഴ്സിൽ ഫോട്ടോ ഉണ്ടാ? എന്താ എന്റേതാ സ്നേഹം ഉണ്ടെന്നല്ല നമുക്ക് മനസ്സിലായി. എന്നാലും ചോദിക്കാം. ദാരിദ്ര്യം പിടിച്ച പേഴ്സ് കാണല്ലേ? ഇതാണ് എന്റെ പേഴ്സ്. ആരെങ്കിലും ഒരു കൊളാവ് ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാം. ഒരു പേഴ്സിനൊക്കെ എങ്ങനെയൊക്കെ ഒന്ന് റെഡി ആയി തരണേ. ഇത് പേഴ്സിൽ ഇതാ ചെയിൻ വാങ്ങാനുള്ള കാശില്ല, ഒരു പേഴ്സ് വാങ്ങാനുള്ള കാശില്ല. ഇല്ല, അതാണ് പൈസ ഒന്നും ഇല്ല. കഷ്ടപ്പെടണ്ട. നോക്കിയോ, 20 നോട്ട് മാത്രമായിട്ട് എടുത്തുള്ളൂ. ബാലൻസ് ആണെങ്കിൽ മൈനസ് 728. എന്ത് കഷ്ടപ്പാടാ ജീവിതം. ഇതെങ്ങനെയാ ഇത് 2 സൈഡ് മുട്ടിക്കാൻ? എല്ലാരും പറയേ ദാരിദ്ര്യം വിറ്റ് ജീവിക്കാന്ന്. വെറുതെ ദാരിദ്ര്യം ഞാൻ സാധാരണക്കാരനല്ലേ? സാധാരണക്കാരനാണ്. ഫോട്ടോ ഇല്ല. എന്നോട്ടെ ശിവന്റെ പാർവതിയിലല്ലേ അമ്മേന്റെ ഫോട്ടോ ഒന്നുമില്ല? ഇല്ല, ഞാൻ അതുണ്ട്. അത് റെഡി ആയിപ്പോയി. ഞാൻ പലതും എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പലതും ഇങ്ങോട്ട് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇനി ആദ്യം ഞാൻ നിങ്ങളെ ഈ ഒരു പ്രതീക്ഷയിലാണ് വന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾ ഇനി ഇങ്ങോട്ട് ചോദിക്കുമ്പോൾ ഈ ഒരു മാന്യത കാണിക്കണം. ഒരിക്കലും ഇതാ ഇനി അത് ചോദിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനത്തെ ചോദ്യങ്ങൾ ഒരിക്കലും ചോദിക്കാൻ പാടില്ല. ക്യാമറ ഇപ്പോൾ പുറത്താണെങ്കിൽ എന്താക്കി സ്ഥിതി അത് ചോദിക്കാൻ പാടുണ്ട്. ഇനി നിങ്ങൾ മാന്യത എന്നുള്ളൊരു സാധനം കാണിക്കണം ആദ്യം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ വിളിച്ചിട്ടല്ല വന്നത്. അപ്പോൾ അത് എന്നോട് ഞാൻ ഇത്രയേറെ മിണ്ടാടുന്നത് അതിൻ്റെ ഒരു മാന്യത കൊണ്ടാണ്. അപ്പോൾ ഒരിക്കലും എന്ത് ചെയ്യറ്, ഒരാളെ വിളിച്ച് നമ്മൾ വരുത്തി കഴിഞ്ഞിട്ടുണ്ട് അതിനുള്ള തിരിച്ചൊരു ഇത് നമ്മൾ കാണിക്കണം. ഞാൻ ഇനി വിളിച്ചിട്ട് അത്രയും ദൂരം ഇവിടെ വന്ന് ഇനി നിന്ന് ഇഞ്ച കോമാളിത്തരം തീർത്ത് ഞാൻ കേട്ടുത്തിനല്ലേ. അപ്പോൾ എന്ത് ചെയ്യറേനു, ഒരിക്കലും ചോദ്യം നിങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ ചോദിക്കരുത് തന്നെ കാര്യങ്ങൾ എന്നോട് ചോദിക്കാൻ പാടില്ല. ഞാൻ ഇനി ഇത്ര നേരം ചിരിച്ച പോലെ അല്ല ഇപ്പോൾ സംസാരിക്കുന്നത്. അത് ഇനി കാരണമാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ, ചോദിക്കരുത് ഞാൻ പറഞ്ഞില്ല. ഈ കാര്യങ്ങളൊന്നും ചോദിക്കരുത്, മാരേജിനെ കുറിച്ച് ചോദിക്കരുത് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ഇനി ചോദിക്കാൻ പാടില്ല. നിങ്ങളെ റീച്ചിന് വേണ്ടിയിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും എന്നെ ഉൾപ്പെടുത്തരുത്. ഓക്കെ, ഞാൻ അത്രക്കാരനല്ല. അയ്യൊരു കാര്യങ്ങൾ എന്നോട് ചോദിക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഒരു പ്രാങ്ക. ആണെന്ന് നോക്കുന്നു. പെട്ടെന്ന് എങ്ങനെയാ മാറിയത്? അപ്പോ ആള് മാറിപ്പോയി കേട്ടാ. ഇവളെ മോട്ടറാക്കൽ കണ്ടേനാ ഇവരാ മെയിനായിട്ട് പറഞ്ഞ. ഇപ്പൊ ഓളെ പ്രാങ്ക് മേടിച്ചേക്ക് സത്യം പറ കണ്ണും മുടൽ എന്തെല്ലാം ആയി പോയിക്കില്ല. ഏടാ ചിരിച്ച് നിങ്ങൾ ഓണാക്കിക്കില്ലേനോ? ഓണാക്കിക്കാ ഇതാ. അപ്പോ എന്ത് ഇത് ആരാ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഫൗളായിക്കില്ല? നിങ്ങൾ പറ. ഇവിടെ നിങ്ങളെല്ലാം മാറിപ്പോയിക്കില്ല ശരിക്ക്. നീ ശരിക്ക് അത് എക്സ്പെക്ട് ചെയ്തിക്കില്ല എന്റെ അടുത്ത് വരുന്നത്.
ഉറപ്പല്ലേ കുറച്ചു നേരം കൂടി നിൽക്കുന്ന ഓ ഇവള് ശരിക്കും ഫൗളായി പോയിക്ക് ഗായ്സ്. അപ്പൊ ഇനി വന്ന സ്ഥലം മാറിപ്പോയിക്ക്. അപ്പൊ അല്ലേ എന്നോട് കളിക്കുമ്പോ കുറച്ചൊക്കെ ശ്രദ്ധിക്കണം. കണ്ണിന്റെ എവിടെ എത്തിക്ക് വെള്ളം മുഖേനം മാറി അമ്മ പേടിച്ചേക്കില്ല. അമ്മയൊന്നും അനങ്ങുന്നില്ല. അപ്പൊ ഇപ്പോഴാണ് ഞാൻ ഹാപ്പി ആയത്. ഇഞ്ച എന്ത് ചെയ്തോ എല്ലാരെ പോലെ കാണവേ. അപ്പൊ ശരി എന്നാ ചാറ്റാനെ ചെറിയില്ല.